IMA കാഞ്ഞങ്ങാട് ബ്രാഞ്ച്, ജില്ലാ ആശുപത്രി, ബ്ലഡ് ബാങ്ക്, കേരള കേന്ദ്ര സർവകലാശാല എന്നിവ സംയുക്തമായി ലോക എയ്ഡ്സ് ദിനം ആചരിച്ചു. പെരിയയിലെ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിലെ ബ്രഹ്മപുത്ര ഹാളിൽ വെച്ചായിരുന്നു ദിനാചരണം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. യുവതലമുറ HIV എയ്ഡ്സിനെ കുറിച്ച് അറിയുകയും ഉത്തരവാദിത്തോടെ പെരുമാറുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും വേണമെന്ന് കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗൂർ ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ചും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കും കേരള കേന്ദ്ര സർവകലാശാലയും സംയുക്തമായി സംഘടിപ്പിച്ച ലോക എയ്ഡ്സ് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് ക്യാമ്പസിലെ ബ്രഹ്മപുത്ര ഹാളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. In those days, I come from a village background. I used to hear lot of youths getting affected by the HIVs and they have lost their lives also. And most of these HIV affected cases were, as I said, it is because of the sexual engagements. Today, this younger generation is fortunate that you have the awareness about both. ചടങ്ങിൽ കാഞ്ഞങ്ങാട് IMA പ്രസിഡന്റ് ഡോക്ടർ DG രമേശ് അധ്യക്ഷനായി. IPP ഡോക്ടർ ശശിധര റാവു, അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശശിരേഖ, സ്കൂൾ ഓഫ് മെഡിസിൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഡീൻ പ്രൊഫസർ മാത്യു ജോർജ്, ഡോക്ടർ ഷർമീന എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അങ്കിത റോബോട്ട് നടത്തിയ HIV എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസിൽ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരിപാടിയിൽ IMA കാഞ്ഞങ്ങാട് സെക്രട്ടറി ഡോക്ടർ MB ജീജ സ്വാഗതവും കേന്ദ്ര സർവകലാശാല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AS കണ്ണൻ നന്ദിയും പറഞ്ഞു. ദിനാചരണ ഭാഗമായി രാവിലെ നടത്തിയ രക്തദാന ക്യാമ്പ് ഡോക്ടർ DG രമേശ് സ്വന്തം രക്തം ദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം 30ഓളം വിദ്യാർത്ഥികളും രക്തദാനം നടത്തി. ന്യൂസ് ബ്യൂറോ, പെരിയ.